Ennemcien. നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ കണ്ടു. ഇത് വെച്ച് എങ്ങനെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ്റെ ലോ എന്തോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതൊന്ന് പ്രൂവ് ചെയ്യുക. നിസ്സാര കാര്യം. ഇതൊരു പ്ലെയിൻ മിററാണെന്ന് വിചാരിച്ചു. ഇതിലേക്ക് വന്ന് വീഴുന്ന ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയും പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് എടുത്താൽ മതി. എ ബി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈ മിററിലോട്ട് വന്ന് വീഴുക ഇങ്ങനെ അറ്റ് ആൻ ആംഗിൾ ഐ വിത്ത് ദി മിറർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻസ് റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഇത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ഇനി ഈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിലെ ഓരോ പോയിൻറ്റും അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ, every point on this incident wavefront sends out secondary spherical wavefronts. അപ്പോൾ by the time a secondary wave from B reaches the mirror surface at C, secondary wave from A from this point would have reached this point. So to find out the reflected wavefront, just you draw a circular arc with the center A and AD as the radius. Draw the tangent towards this arc. This is the reflected wavefront. And this angle is the angle of reflection. ഈ വേവ് ഫ്രണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ നൊട്ടേഷൻ കൊടുത്താൽ എം ഡാഷ് ഈസ് ദി പ്ലെയിൻ സർഫസ് അപ്പോൺ വിച്ച് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് എ ബി ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ എടുത്ത് എഴുതണം, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം. അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ, എവരി പോയിൻ്റ് ഓൺ ദിസ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്, ഇതാഇപ്പോൾ ഇവിടുത്തെ പ്രൈമറി വേവ് ഫ്രണ്ട്, സെൻസ് ഔട്ട് സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് ഓഫ് സ്ഫെറിക്കൽ ഷേപ്പ്. By the time a secondary wave from B reaches C, secondary wave from point A B incident wave frontile two points are, should have traveled a distance AD. So, construct a sphere with radius AD and draw the tangent from C onto the spherical surface. That ടാൻജൻഷ്യൽ പ്ലെയിൻ റെപ്രസെൻറ്റ്സ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇനി ഈ എ ഡി എന്ന് പറഞ്ഞുള്ള ദൂരം എത്ര? സി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ ബി സി ഈക്വൽസ് എ ഡി ഈക്വൽസ് സി ഇൻറ്റു ടി. ഒരു സെക്കൻഡറി വേവിന് ബിന്ന് സി വരാനെടുത്ത സമയം ടി ആണെങ്കിൽ അതിന് ഈ ദൂരം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു ടൈം സി ടി. അതേ ദൂരം തന്നെ ആയിരിക്കണമല്ലോ ഇതും. ഇനി എ സി എന്ന് പറയുന്ന ഒരു കോമൺ സൈഡായി രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്, എ ബി സി എ ഡി സി. അതിൻ്റെ കോമൺ സൈഡാണ് ഇത്. അപ്പോൾ അതിന് സെയിം ആയിരിക്കണമല്ലോ. ഫർദർ ബി സി ഈക്വൽസ് എ ഡി ഈക്വൽസ് സി ഇൻറ്റു ടി. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായി. രണ്ട് ട്രയാങ്കിൾസിന് രണ്ട് സൈഡ്സ് പരസ്പരം ഈക്വലാണ്. ദി ടു ട്രയാങ്കിൾസ് ആർ സെഡ് ടു ബി കോൺഗ്രുവൻറ്റ്. എങ്കിൽ അതിൻ്റെ ആംഗിൾസ് എല്ലാം പരസ്പരം ഈക്വൽ ആയിരിക്കണം. ഇതിലെ ഒരു ആംഗിളാണ് ഐ. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിളാണ് ഐ. കറസ്പോണ്ടിങ് ആയിട്ട് ട്രയാങ്കിൾ എ സി ഡിയിൽ വരുന്ന ആംഗിളാണ് ആറ്. കോൺഗ്രുവൻ്റ് ആണ്, ആംഗിൾ എല്ലാം പരസ്പരം ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഐ ഈക്വൽസ് ആർ. ദാറ്റ് ഈസ് ദി ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ. ഇനി ഇത് വെച്ച് നമുക്ക് റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് രണ്ടും ട്രാൻസ്പെറൻറ്റ് മീഡിയങ്ങളെ വേർതിരിക്കുന്ന ഒരു കോമൺ സർഫസാണ് ബൗണ്ടറി. ഇത് ഫസ്റ്റ് മീഡിയം 1, അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1, ലൈറ്റിൻ്റെ വെലോസിറ്റി v1. സെക്കൻഡ് മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2, വെലോസിറ്റി v2. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എ ബി. ഇങ്ങനെ വന്ന് വീഴുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഐ. ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചുരുക്കും ഒരു സെൻറ്റൻസിൽ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞു. ഇനി ബൈ ദി ടൈം സെക്കൻഡറി വേവ് ഫ്രം ബി
reaches C, secondary wave from A must have reached the second surface, second medium to D, such that BC equals V1 into T. ഈ മീഡിയത്തിലെ വെലോസിറ്റി V1 ആണ്. And AD equals V2 into T. ഇത് V2. അപ്പോൾ ഡ്രോ an arc with the center at A and radius AD equals V2 into T. Then draw a tangent from this C to this arc. That will give you the refracted wavefront. This is the angle of refraction and this is the angle of incidence. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാരണം ഇത് റേ ഡയറക്ഷനും വേവ് ഫ്രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എവിടുന്ന് സൈനായി എടുത്തു കഴിഞ്ഞാൽ ബി സി ബൈ ഹൈപ്പോട്ടിന്യൂസ് എ സി. BC by AC. BC is V1T by AC. AC. ഇതുപോലെ ഈ താഴത്തെ റൈറ്റ് ട്രയാങ്കിൾ ADC അവിടുന്ന് സൈനാർ എടുത്തു കഴിഞ്ഞാൽ V2T by AC. Opposite side by hypotenuse. V2T by AC. Then sin I by sin R equals V1 by V2 എന്ന് വരും. ഓക്കെ. V1 by AC by V2 by AC. AC വെട്ടി പോകുമ്പോൾ ടിയും വെട്ടി പോകുമ്പോൾ V1 by V2. V1 ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, C by V2 by C by V1. ഫലത്തിൽ ഇത് V1 by V2 ആണ്. C എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ ഫ്രീ സ്പേസാണ്. C by V2 ഈസ് mu2, സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. C by V1 ഈസ് mu1. ചുരുക്കത്തിൽ sin I by sin R equals mu2 by mu1. This is Snell's law of refraction. Bas, that's all. മനസ്സിലാക്കുക, ഇത് വെറും പൊട്ടൻ കളിയാണ്. ഇതിനകത്തൊന്നുമില്ല. വെറുതെ വട്ടം വരച്ച് കളിക്കുന്ന ഒരു പരിപാടി എന്നുള്ളൂ. ഇതിനെപ്പറ്റി തല പുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള വേവ് ഫ്രണ്ടും ഇല്ല, മണ്ണാങ്കട്ടയില്ല. ഒരു സങ്കല്പം, ഒരു മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത് ചിലയിടത്തൊക്കെ അപ്ലൈ ചെയ്താൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് നടത്താം. താങ്ക് യു.